DCC പ്രസിഡന്റാണ് ആദ്യം പറയുന്നത്. അയാൾക്ക് പറയാൻ എന്ത് അർഹതയാണ്? ഞാൻ ചോദിച്ചേ, അപക്വമായ നടപടിയല്ലേ? എല്ലാവർക്കും ഇവിടെ CC കൂടുമ്പോൾ എന്ത് നടന്നു എല്ലാവർക്കും അറിയാലോ. ആർക്കറിയാത്തത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴേ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, സമയം വരട്ടെ അന്നേരം പറയാം. മത്സരിക്കാത്ത എംപിമാർ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷേ KC വേണുഗോപാലിന്റെ പേരടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. അപ്പോൾ അതിന് പിന്നിൽ ഒരു വ്യക്തമായ പ്രോജക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇതൊരു കീഴ്വഴക്കമുണ്ട്, നമ്മൾ ആലോചിക്കണം. ഒരു അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ തീരുമാനവും കൈക്കൊള്ളേണ്ടത്. അത് നടപടിക്രമമുണ്ട് അതിൽ. ആ നടപടിക്രമത്തിന് മുമ്പായി തന്നെ ഇത്തരം ചർച്ചകൾ വരുന്നത് ഒരിക്കലും ശരിയല്ല. പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് MP സ്ഥാനത്തേക്ക് അങ്ങ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സീറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. അത് അങ്ങയുടെ ജോലികൾ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള കുറച്ച് മുതിർന്ന ആളുകൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാതെ ഇരിക്കാൻ ചിലർ പിടിവാശി കാണിച്ചു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് അങ്ങയുടെ ഈ ബൈറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ മുതിർന്ന ഞാൻ അതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല. കാരണം അതിപ്പോൾ കുറച്ച് കാലം തെളിയിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനിപ്പം പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഈ KC വേണുഗോപാലിന്റെ പേര് K. സുധാകരൻ അടക്കം പറഞ്ഞതുകൊണ്ട് വലിയ ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉറച്ച നിലപാട് KC വേണുഗോപാൽ പറയേണ്ടതില്ലേ? അതല്ല, അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇപ്പോൾ എവിടെ നിന്നാണ് ആദ്യം ആരംഭിച്ചത്? ആദ്യം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആ ആരംഭിച്ചത് തന്നെ ഒരിക്കലും പറയാൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഇതിൻ്റെ ഒരു വാദം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം തുടങ്ങിയത് എറണാകുളത്തു നിന്നാണ്. DCC പ്രസിഡന്റാണ് ആദ്യം പറയുന്നത്. അയാൾക്ക് പറയാൻ എന്ത് അർഹതയാണ്? ഞാൻ ചോദിച്ചേ, അപക്വമായ നടപടിയല്ലേ? അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെ വന്നു? അതെങ്ങനെ വന്നു? വളരെ ഒരിക്കലും വരാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് പിന്നെ വ്യാപകമായി സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ദിവസവും പലതും വന്നുകൊടുക്കുകയാണ്. തുടങ്ങി വെച്ച ആരാണ്? അതിനുശേഷമാണ് ഇന്ന് വരെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ വിവാദങ്ങൾ മുഴുവനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പോക്കല്ല ഈ പോക്ക് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല. VD സതീശൻ അങ്ങനെ അബദ്ധം പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ആണെങ്കിലും VD സതീശൻ അങ്ങനെ അബദ്ധം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഹൈക്കമാൻഡാണ്. സംസ്ഥാന നേതൃത്വത്തിന് അതിൽ റോൾ ഉണ്ടായിരുന്നില്ല. KPCCയോട് പോലും അക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. അത് വെറുതെ പറഞ്ഞ അയാൾ എന്തറിഞ്ഞിട്ട് അയാൾ പറയുന്നു? എല്ലാവർക്കും ഇവിടെ CC കൂടുമ്പോൾ എന്ത് നടന്നു എല്ലാവർക്കും അറിയാലോ. ആർക്കറിയാത്തത്? എന്താണ് കാരണം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴേ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, സമയം വരട്ടെ അന്നേരം പറയാം. ഈ സമയം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഈ മത്സരം MP-മാർ മത്സരിക്കണം എന്ന ആശയം വന്നത് രണ്ടും ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം തോൽക്കുന്ന സീറ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ആലോചിക്കുന്നത്. ജയിക്കുന്ന സീറ്റല്ല. അപ്പം അതിനെന്താ തെറ്റ്? 40-46 വർഷക്കാലമായി തോറ്റിരിക്കുന്ന, അല്ല കുറേ കാലമായി തോറ്റിരിക്കുന്ന സീറ്റ് ചിലപ്പോൾ MP-മാർ മത്സരിച്ചാൽ ജയിക്കുമെങ്കിൽ ഒരു സീറ്റ് അധികം കിട്ടുന്ന അർത്ഥത്തിലാണ് എല്ലാവരും കണ്ടത്. സതുദ്ദേശപരമാണ്. പക്ഷേ ഇവിടെ കേരളത്തിലെ ലീഡേഴ്സിൻ്റെ ഭാഗത്തുണ്ടായ കടുംപിടുത്തം അല്ലെങ്കിൽ ദുർവാശിയാണ് സത്യം പറഞ്ഞാൽ പോയത്. അതുകൊണ്ടൊന്നും വിഷയം ഉണ്ടായിട്ടോ പറയുന്നതല്ല. മറിച്ച് ഹൈക്കമാൻഡ് മാത്രം തീരുമാനം എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് തലയിലിടുന്ന ഒരിക്കലും ശരിയല്ല. അല്ല, ഞാൻ അതൊന്നും പറയുന്നില്ല. ഹൈക്കമാൻഡിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കണ്ട.